Lord,
പാടിടും
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ത്വരിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സഹോദരരെ, നിങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന അധ്യായം 19 വാക്യങ്ങൾ 1 മുതൽ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായി മരുഭൂമിയിലെത്തി. അവർ റഫദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചെറുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ എന്ന ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനമേകസ്വരത്തിൽ പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന് മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു: ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാനൊരു കരുത്ത മേഘത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നു. മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സ്നേഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. പെന്തക്കോസ്തായുടെ ദിവസം തികഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുക്കാൻ പിടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോരുത്തരുടെയും മേലിരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഭാഷിക്കാൻ കഴിവ് കൊടുത്തതിനനുസരിച്ച് അവർ മറ്റു ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്നും ഭക്തരായ യഹൂദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദമുണ്ടായപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരിക്കുകയും ചെയ്തു. പരിഭ്രമിച്ചും അത്ഭുതപ്പെട്ടും അവർ പറഞ്ഞു: ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും നാം ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മെതിയാക്കാരും എലാമിയാക്കാരും മെസൊപ്പൊട്ടാമിയ നിവാസികളും യൂദയായാലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയയിലും പാംഫീലിയയിലും ഈജിപ്തിലും സൈര്യന്റെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവർ പറയുന്നത് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിനെല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും പരിഭ്രമിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു: പുതുവീഞ്ഞ് കൊണ്ട് ലഹരി പിടിച്ചവരാണവർ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരൻ വിശുദ്ധ പൗലോസ് കൊറിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ വായന അധ്യായം 12 വാക്യങ്ങൾ 1 മുതൽ. സഹോദരരെ, ആത്മീയതകളെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരരായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നയിക്കപ്പെട്ടിരുന്നു എന്നറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇതറിയിക്കുന്നു: ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും ഈശോ ശമിക്കപ്പെട്ടവനെന്ന് പറയാൻ കഴിവില്ല. ഈശോ കർത്താവാണെന്ന് പരിശുദ്ധാത്മാവല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നേ ഉള്ളൂ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ.
പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാ പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ. ഓരോരുത്തർക്കും പൊതുതന്മയ്ക്ക് വേണ്ടി ആത്മാവിന്റെ വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് ജ്ഞാനത്തിന്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിന്റെ വചനം, വേറൊരാൾക്ക് അതേ ആത്മാവാൽ വിശ്വാസം, മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ രോഗശാന്തി വരങ്ങളും, ഒരുവന് അത്ഭുതവും പ്രവർത്തിക്കാനുള്ള കഴിവും, മറ്റൊരുവന് പ്രവചനവും, ഇനിയൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവും, വേറൊരുവന് വിവിധ ഭാഷകളും, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനവും. ഓരോരുത്തർക്കും തന്റെ ഇഷ്ടമനുസരിച്ച് പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും. ഇനി വേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിലുള്ളവയെല്ലാം എൻ്റേതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ള ദൈവജനമേ, നമ്മളിന്ന് ആരാധനാക്രമ മത്സരത്തിലെ പുതിയ ഒരു കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശ്ലീഹാകാലം ഒന്നാമത്തെ ഞായറാഴ്ചയാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ സഭ പന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്.
സഭയുടെ ആരംഭവും വളർച്ചയുമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. നമ്മൾ 2000 വർഷത്തേക്ക് മുമ്പ് ഒന്ന് നോക്കുകയാണെങ്കിൽ സഭയുടെ തുടക്കത്തെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയായിരുന്നില്ല സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും പിതാവിനെ പറ്റി ഈശോ വാചാലനായിട്ട് സംസാരിക്കുമ്പോൾ പിതാവിനെ കാണിച്ചു തരാൻ പറയുന്ന ഫിലിപ്പോസും, ഈശോ സഹനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ കസേരകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന സബ്ദീപുത്രന്മാരും സാധാരണക്കാരനായിട്ടുള്ള മുക്കുവരുമൊക്കെ അടങ്ങിയ ഒരു സമൂഹത്തെ വെച്ചുകൊണ്ടാണ് ക്രിസ്തു സഭ പടുതുയർത്തിയതും അത് തുടക്കമിട്ടതും. അപ്പോൾ അങ്ങനെ നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടും മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യം, ഗ്രീക്ക് പാരമ്പര്യം, യഹൂദ മത പാരമ്പര്യം, അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കാലഘട്ടത്തിൽ തന്നെ 1000 വർഷത്തോളം പാരമ്പര്യം ഉണ്ടായിരുന്നു. യഹൂദരുടെ 18 യാമപ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നവരെ ശപിച്ചുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സഭയുടെ ആരംഭ കാലഘട്ടങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയായിരുന്നില്ല. എന്നാൽ നമുക്കറിയാം, സഭ ഇന്ന് 2020 വർഷങ്ങൾക്ക് ഇപ്പോഴും ശക്തമായിട്ട് മുൻപോട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ ആത്മാവാണ് സഭയിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് സഭയിലെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. അതുകൊണ്ടാണ് സഭ എത്രമാത്രം പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇക്കാലഘട്ടങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളും ആരോപണങ്ങളും ഒക്കെ സഭയ്ക്കെതിരെ വരുമ്പോഴും ക്രിസ്തുവിന്റെ ആത്മാവാണ് സഭയെ നയിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഇപ്പോഴും കരുത്താർജിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നമുക്കറിയാം, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നീട് ക്രിസ്തുവിന് വേണ്ടി തലകീഴായിട്ട് മരിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ കുരിശിന് താഴെ തന്റെ പ്രിയപുത്രന്റെ വേർപാടിൽ ദുഃഖിതയായിട്ടിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തില് സഭയിൽ നമുക്കറിയാം, പിന്നീട് ധാരാളം രക്തസാക്ഷികളുടെ ചുടുനിടത്താലാണ് സഭ പരിപോഷിപ്പിക്കപ്പെട്ടതെന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, നമ്മൾ സഭ പഠിപ്പിക്കുക. പിന്നീട് നമുക്കറിയാം, ധാരാളം രക്തസാക്ഷികൾ ക്രിസ്തുവിന് വേണ്ടി ഉണ്ടാകുന്നുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ ഇഷ്ടംപോലെ രക്തസാക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം അവരെ ശക്തിപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തുന്ന വീണ്ടും ഒരു ശക്തി വന്ന് വീണ്ടും അത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ് സഭയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ മുൻപോട്ട് പോവുക. നമ്മൾ ഇന്ന് ഈ പെന്തക്കോസ്ത് ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: എല്ലാ കണ്ണീർ സാഗരവും നെഞ്ചിലേറ്റാനും ഏത് കുരിശുമരണവും സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനും ഒരുവനെ ശക്തിപ്പെടുത്തുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. അതൊരു പക്ഷേ നമ്മൾ ഭാഷാപരമായിട്ട് എന്താണ്, നമ്മൾ നാവിട്ടടിക്കാനുള്ള കഴിവ് മാത്രമല്ല, മറിച്ച് എല്ലാ സഹനങ്ങളും ഏത് ദുഃഖവും ദുരിതവും ഒക്കെ ശക്തിപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ധൈര്യപൂർവ്വം ക്രിസ്തുവിന്റെ ധീര പടയാളികളായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഒരുവനെ പ്രേരിപ്പിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മൾ മാമോദീസയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ എന്താണ്, അത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാണ് കൂടുതൽ ആത്മധൈര്യത്തോടും ശക്തിയോടും സഹനത്തോടും കൂടിയൊക്കെ നമുക്ക് മുൻപോട്ട് പോയി നല്ല ക്രിസ്തുവിന്റെ ധീര പടയാളികളായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറരുത്. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടെ മുൻപോട്ട് പോകും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇക്കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ കൂടുതൽ
പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സഭയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സഭ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരിക്കലും വീണു പോകില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് ഇതിനെ നയിക്കുന്നത്. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ചിലരൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസി രാജ്യത്തിനുണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരിക്കലും ആവലപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളെപ്പോഴും ദൈവത്തെ നോക്കിയാണ്. നമ്മൾ ആ അച്ഛനെയോ ഈ അച്ഛനെയോ ആ കന്യാസ്ത്രീയെയോ ഈ കന്യാസ്ത്രീയെ നോക്കി ജീവിക്കേണ്ടവരല്ല. മറിച്ച് നമ്മൾ ക്രിസ്തുവാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ക്രിസ്തു എപ്പോഴും വിശ്വസ്തനാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മയിൽ വേണം. അതുകൊണ്ട് ആ ക്രിസ്തുവിന് അടിയുറച്ച് മുൻപോട്ട് പോകാനും കൂടുതൽ ശക്തിയോടും തീഷ്ണതയോടും കൂടി സഭയുടെ തീരെ പ്രേക്ഷിതരായിട്ട് ജീവിക്കാൻ, എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അടിയുറച്ച് നിൽക്കാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ അടിയുറച്ചുകൊണ്ട് നല്ല ധീര പടയാളികളായിട്ട് മരണം വരെ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുന്ന നല്ല പ്രേക്ഷിതരായിട്ട്, വിശ്വാസികളായിട്ട്, ക്രിസ്തു ശിഷ്യരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള വലിയൊരു ശക്തി നൽകുന്ന ഒരു ദിവസമാണ് പെന്തക്കോസ്ത് തിരുനാൾ. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെപ്പറ്റി നമുക്ക് ഓർക്കാം, നമുക്ക് ധ്യാനിക്കാം, കൂടുതൽ ശക്തിയുള്ളവരായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി, ശക്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യേണ്ട എല്ലാവർക്കും പെന്തക്കോസ്ത് തിരുനാളിലെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ ശക്തർക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിക്കുകയും ചെയ്ത കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങനെ ആശ്രയിക്കുവാനും കണ്ടാത്തോടും പ്രാശത്തോടും കൂടെ മാനസന്തകളിലൂടെ ഞങ്ങളുടെ ജീവിതം വിശദീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിച്ച് എല്ലാ ബുദ്ധികളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരും രക്ഷിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയ സുവിശേഷത്തിനോട് സ്ലിഹന്മാരെ കുറിച്ച് കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാവട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവെ ശ്രദ്ധിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈപ്പിനെതിരെനിക്ക് ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടേതാകുന്ന ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിനും അതേ ഒരു കൈവപ്പ് കൂടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ എന്ന കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യം അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ സമൂഹത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ രോചിതവും പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും
ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാവുകയും ചെയ്യുന്നവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവേ, ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ആമേൻ.
ലോകങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിവസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തലയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സർവ്വത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതകാലവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർവും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരുടെ തക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹിതം രക്ഷിക്കും സ്വർഗ്ഗാതിഥ്യനും കാരണമാകട്ടെ. സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളൊക്കെ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാണ് ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇവരും കുട്ടികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപകരംശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സുരക്ഷപേക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാഹരണ ചെയ്യപ്പെടുന്നു. പുരോഹിതമായ വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥന നടക്കുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരമസമത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോട് ഉണ്ടാകട്ടെ.
നിന്റെ ആരാധ്യമായ നാമം. എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അറിയിക്കുന്നതുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാവന്മാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരും ധരിക്കുക, നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ.
ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായി ദാസർ നിന്റെ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനമോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവൻ ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും പ്രത്യേകമായി ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ദീപക് 40 വേണ്ടിയും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയുന്നതിനു വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. യോർമ്മ ആചരണത്തിന് ദൈവമാതാവായ കനികാമറിയത്തിന്റെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർദ്ധനീയവും സമൃദ്ധവുമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ നയിച്ചു എന്നും ഭൂവാസികൾ എല്ലാവരും പറയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായി മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ദൈവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിഹീനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപുറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ തോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ നീയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവിശ്വാസിയായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകരീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളോ. ഇതിൽ നിത്യം ജീവിക്കും ദൈവമകൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വാസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പദ്ധതികളോട് സമീപിക്കാം. അടുത്തുള്ള പോകും സ്വർണ്ണത്തോടെ അപരാധത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനെ ജയത്തോട് കൃപയും പാപത്തിനും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിന്തുണ ഫലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോശുവോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാവിടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, എന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ധൈര്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ നീ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തി പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കും നാദനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം
രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാമെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, വരുവിൻ, അവിടുത്തെ ശരീരത്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ശിലായി ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും ദാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഹോസാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു.
നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ജീതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലേക്ക് വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിനങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമാത്രം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
ദാനങ്ങൾ നൽകി അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോട് നിന്നും ജീവൻ നൽകും ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയാൽ നാം സംരക്ഷിതരായിരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, എന്നെ ഞങ്ങളുടെ സമാധാനത്തിന് പൂർണ്ണമാക്കണമേ. ദ്വേഷമുള്ളത് സ്നേഹവും ദ്രോഹമുള്ളത് ക്ഷമയും സന്ദേഹമുള്ളത് വിശ്വാസവും നിരാശയുള്ളത് പ്രത്യാശയും അന്ധകാരമുള്ളത് പ്രകാശവും സന്താപമുള്ളത് സന്തോഷവും ഞാൻ വിതരട്ടെ. പൊതുവിനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാകണമേ. കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ ദൈവത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ.